സാന്ദ്രാനന്ദാവബോധാത്മകമരുപമിതം കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവത്ഭാതി സാക്ഷാത് ഗുരുപവനപുരേഹം തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ നമ്മൾ 2 ശ്ലോകമാണ് ശ്രീകൃഷ്ണാവതാരമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. 37ാമത്തെ ദശകം. ഈ 3ാമത്തെ ശ്ലോകം ഊജേജം ഭുജപൂരമൂൻ ഐസുരാ സത്യം ധരിത്ര്യാവശോ നന്വസ്യ ഭവതാം ച രക്ഷണവിദോ ദക്ഷോഹി ലക്ഷ്മീപതി സർവേ സർവപുരസ്സര വയമിതോ ഗത്വാ പയോവാരിധിം നത്വാ തം തുമകേ ജവാതിഥേയുസ്സാകം തവാകേതനം. അംബുജഭൂ അമൂൻ, ഈ ബ്രഹ്മാവ് ഇവരോട്, ദേവന്മാരോടും ഭൂമിയോടും, ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് ഭൂമി ദേവന്മാർ പ്ലസ് ശിവനും ഉണ്ട് കേട്ടോ. ഇവർ പിന്നീട് ശിവനെയും കൂട്ടിയിട്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, എങ്കിലും അങ്ങനെയാണ് ഭാഗവത്തിൽ കാണുന്നത്. ശിവനെയും കൈലാസത്തിൽ പോയി ശിവനെയും കൂട്ടിയിട്ടാണ് അംബുജഭൂ ബ്രഹ്മാവ്, താമരയിൽ നിന്നുണ്ടായ ആൾ ബ്രഹ്മാവ്. ഊചേച, ഇപ്രകാരം പറഞ്ഞു. ഐസുരാ ധരിത്ര്യാവച സത്യം, ഭൂമിയുടെ ദുഃഖം പറഞ്ഞു. അസുര രാജാക്കന്മാരുടെ ദ്രോഹം സഹിക്കണില്ല, അത് സത്യമാണ് എന്ന്. നനു അസ്യ ഭവതാം ച, ഈ ഭൂമിദേവിയുടെയും നിങ്ങളുടെയും പരിപാലന കർമ്മത്തിൽ സത്യമായിട്ടുള്ളതായി ഞാൻ ധരിച്ചു. നമ്മുടെ അണ്ടർസ്റ്റുഡാണ് ക്രിയ. സത്യമാണ് എന്ന് ഞാൻ അറിയുന്നു. ഇത് തുടർന്നിട്ടാണ് എന്തുള്ളത്? നനു അസ്യ ഭവതാംച രക്ഷണവിധൗ, നിങ്ങളെ രക്ഷിക്കുന്നതിന് ഞാൻ ഇപ്പോൾ പ്രാപ്തനായില്ല, ഞാൻ പോരാ. അപ്പോൾ ബ്രഹ്മാവ് തൻ്റെ സ്വയം പരിമിതി അവരോട് പറയുകയാണ്. ഭൂമിദേവിയെയും ദേവന്മാരെയും ഒക്കെ രക്ഷിക്കാൻ ഇപ്പോൾ തൽക്കാലം ഞാൻ പോരാതെ വന്നിരിക്കുന്നു. നനു അസ്യ ഭവതാംച രക്ഷണവിധോ, നിങ്ങളുടെ രക്ഷണ കാര്യത്തിൽ പിന്നെ ആരാണ് ആശ്രയം എന്നാണെങ്കിൽ ദക്ഷോഹി ലക്ഷ്മീപതി, ലക്ഷ്മീപതിയായിട്ടുള്ള വിഷ്ണുവിന് മാത്രമേ ഇത് നിങ്ങളെ രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. ദക്ഷോഹി, ദക്ഷൻ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം സമർത്ഥൻ എന്നാണ് കേട്ടോ. ദക്ഷയാഗത്തിലത്തെ ദക്ഷൻ എന്ന് പേരാണ്, വാക്കിൻ്റെ അർത്ഥം സമർത്ഥൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. ദക്ഷൻ എന്നുള്ള പേരിന് അല്ലാത്തപ്പോൾ ദക്ഷൻ എന്ന് പ്രയോഗിച്ചാൽ അവിടെ ദക്ഷൻ്റെ അർത്ഥം പറയേണ്ടത് സമർത്ഥൻ, കഴിവുള്ളവൻ, പ്രാപ്തിയുള്ളവൻ എന്നാണ് അർത്ഥം. ദക്ഷയാഗത്തിൽ മാത്രം ദക്ഷൻ എന്ന് പറഞ്ഞാൽ ദക്ഷനാവുള്ളൂ. ഇവിടെ ദക്ഷണമൊന്നുമില്ലല്ലോ. ദക്ഷോഹി ലക്ഷ്മീപതി, അതിനുള്ള കഴിവുള്ളവൻ, അല്ലയോ ഭൂമിദേവി ദേവന്മാർ. ഇപ്പോൾ ആരാണ്? ലക്ഷ്മീപതിഹി, ലക്ഷ്മീപതിയായിട്ടുള്ള വിഷ്ണുവാണ് സമർത്ഥൻ എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സർവപുരസ്സര, പരമേശ്വരനെ കൂട്ടിയിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവനെ കൂട്ടിയിട്ട് വേണം പോവാൻ. സർവപുരസ്സര സർവേ വയം, ശിവനെ കൂട്ടിയിട്ട് നമുക്കെല്ലാം എന്ത് ചെയ്യാം? വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോവാം. പയോവാരിതിങ്കത്വ, പയോവാരിതി പാലാഴി, പാലാഴിയിലേക്ക് പോവുക. പയോവാരിതിങ്കത്വ ജവാത് തം നത്വ, പയോവാരിതിയുടെ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? അവിടെ പോയിട്ട് സ്തുതിക്കുക. ഒട്ടും താമസിയാതെ അദ്ദേഹത്തെ ശരണം പ്രാപിച്ച് സ്തുതിക്കണം. നത്വാ സ്തുമഹേ, നത്വാ നമസ്കരിച്ചിട്ട്, സ്തുമഹേ സ്തുതിക്കണം, അവിടെ പോയിട്ട് സ്തുതിക്കണം. ഇതി സാഗം തവാകേതനം എയു, എയു എന്നാണ് ക്രിയ. പോയി, വന്നു, പ്രാപിച്ചു. അങ്ങയുടെ നികേതനം, ആകേതനം വൈകുണ്ഠം, അങ്ങയുടെ വൈകുണ്ഠത്തിലേക്ക് അവരെല്ലാം ശിവനെ കൂട്ടി വന്നു. അപ്പോൾ ആരൊക്കെയുണ്ട്? ദേവന്മാർ, ഭൂമിദേവി പ്ലസ് ശിവനും ഉണ്ട്. ശിവനെ കൂട്ടിയിട്ടാണ്, ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ് അല്ലേ ധാരാളധികം പോവുക. ഗൗരവം കുറയ്ക്കേണ്ട. ഇവിടെ ഭൂമിയിൽ അസുര നിഗ്രഹം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അവതാരം തന്നെ ഉണ്ടാവണം, വേറെ വഴിയൊന്നുമില്ല. അപ്പം നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് ത്രിമൂർത്തിയിൽ 2 ആളും
വിഷ്ണുവുണ്ട്, കൈലാസത്തിലത്തെ നാഥനായിട്ടുള്ള ശിവനും ബ്രഹ്മദേവനും ദേവന്മാരും ഭൂമിദേവി വയമായി 30 കോടി ദേവന്മാരും ഉണ്ട്. എല്ലാവരും ചേർന്ന് കൈലാസത്തെ പാലാഴിയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഗുരുവായൂരപ്പ അങ്ങയെ സ്തുതിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാം. ഊചേച്ച അംബുജപൂരമൂൻ, അംബുജപൂ ഇപ്രകാരം പറഞ്ഞു. നൈ സുരാസത്യം ദരിദ്ര്യാവചോ, ദരിദ്രീ കളമം പറയില്ല, സത്യമാണ് എന്ന് ഞാൻ അറിയുന്നു. നന്യസ്യാഭവതാഞ്ചരക്ഷണവിദോ ദക്ഷോ ഹി ലക്ഷ്മീപതി, നിങ്ങളെ രക്ഷിക്കുന്ന വിഷയത്തിങ്കൽ ഇപ്പോൾ ആരാണ് സമർത്ഥൻ? ലക്ഷ്മീപതിയായിരിക്കുന്ന വിഷ്ണുവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സർവേ സർവപുരസ്സര, ശിവനെ പുരസ്കരിച്ചുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. വയമിതോ ഗത്വാ പയോ വാരിധിം നത്വാ തം, അദ്ദേഹത്തെ സ്തുതിച്ച് നത്വാ സ്തുതിച്ചിട്ട് തുമഹേ നമസ്കരിക്കുക. നത്വ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക കേട്ടോ. നത്വ എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചിട്ട് സ്തുമഹേ സ്തുതിക്കാം. ആദ്യം നമസ്കരിക്കുക, പിന്നെ സ്തുതിക്കുക. ദേവന്മാരാണെങ്കിലും ദേവിയാണെങ്കിലും ഇതൊരു സമ്പ്രദായമാണ്. പണ്ട് ആദ്യം എന്ത് ചെയ്യണം? നമസ്കരിക്കണം, എന്നിട്ട് സ്തുതിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോട്ടോക്കോള്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നത്വാതം, ആ മഹാവിഷ്ണുവിനെ നന്നായിട്ട് സാഷ്ടാംഗം ഒന്നാട് നമസ്കരിച്ച അതിനുശേഷം സ്തുമഹേ യവാദിതി ഉയു സമം ഉയു സാകം ദവാകേതനം, ആ ശിവനോട് കൂടിയിട്ടല്ലേ ഗുരുവായൂരപ്പ അങ്ങയുടെ ആവാസസ്ഥാനമായിട്ടുള്ള പാലാഴിയിലേക്ക് അവരെല്ലാവരും വന്നു ചേർന്നു. ഞാൻ പാലാഴി എന്നതിനെ വർണ്ണിക്കുകയാണ്. തേ മുഗ്ധാനിലശാലി ദുഗ്ധജലതേ തീരംഗദാസംഗത യാവത്വത്പദ ചിന്തനേകമനസത്താവത്സപാദോജപു ത്വാചം ഹൃദയേ നിശമ്യതകലാനാനന്ദയന്നു ശിവാൻ ആഖ്യാത പരമാത്മനാ സ്വയമകം വാക്യം തഥാകർണ്യതാം. മുഗ്ധാനിലശാലി, നല്ല ഇളങ്കാറ്റടിക്കുന്ന കടൽത്തീരത്ത് എപ്പോഴും കാറ്റുണ്ടാവും. അത് പാലാഴി തീരത്ത് ഒന്നും കൂടി സുഖമായിട്ടുള്ള കാറ്റായിരിക്കുന്നു മാത്രം. മുഗ്ധാനിലശാലി, വളരെ നല്ല കാറ്റ്. ദുഗ്ധജലതേ പാലാഴി, ദുഗ്ധം പാല ജലതി ആഴി, അപ്പം ദുഗ്ധജലതേ പാലാഴി. ബ്രഹ്മാവും ബാക്കിയുള്ളവരും മറ്റും കുളിർകാറ്റ് അടിക്കുന്നതായ പാലാഴിക്കരയിൽ ചെന്ന് മുഗ്ധാനിലശാലി ദുഗ്ധജലതി, എങ്ങനത്തെ ദുഗ്ധജലതി, എങ്ങനത്തെ പാലാഴി, ദുഗ്ധജലതി പാലാഴി, എങ്ങനത്തെ ദുഗ്ധജലതി? മുഗ്ധാനിലശാലി, സുഖമായിട്ടുള്ള കുളിർകാറ്റ് അടിക്കുന്നതായ പാലാഴിയിൽ അവർത്തെ ബ്രഹ്മാവും ശിവനും ഭൂമിദേവി ദേവന്മാരും 4 ആൾക്കാരുണ്ട് അവിടെ. ഭൂമി, ദേവന്മാർ, ബ്രഹ്മാവ്, ശിവൻ, എല്ലാവരും തീരംഗത, പാലാഴി തീരത്ത് അങ്ങനെ വന്ന് ത്വത്പദ ചിന്തനേകമനസ, അങ്ങയുടെ തൃപ്പാദത്തെ സ്മരിക്കുന്നതിൽ തന്നെ മനസ്സ് വെച്ചിട്ട് ത്വത്പദ ചിന്തനേകമനസ, അവർക്ക് ഒരൊറ്റ കാര്യം മനസ്സിലുള്ളൂ, ഭഗവത് പാദത്തെ ചിന്തിക്കുക. ത്വത്പദ ചിന്തനേകമനസ യാവത് സംഗതാ താവത്, ഇവിടെ പറയണം അങ്ങ് മനസ്സ് വെച്ച് ഒന്നിച്ച് നിന്നപ്പോഴേക്കും എല്ലാവരുടെയും മനസ്സ് ഒറ്റ കാര്യത്തിലാണ്, ഭഗവാനെ കാണണം, സങ്കടം പറയണം, വേറൊരു ഉദ്ദേശം ആർക്കുമില്ല. ത്വത്പദ ചിന്തന ഏകമനസ, ഏകമനസ്സോടു കൂടിയിട്ട് അങ്ങയെക്കുറിച്ച് ചിന്തിച്ച് യാവത് സംഗത താവത് സപാധോജപൂ, ആ ബ്രഹ്മാവ് എന്ത് ചെയ്തു? അങ്ങയെ സ്മരിക്കുന്നതിൽ തന്നെ ശ്രദ്ധ വെച്ച് എല്ലാവരും മനസ്സ് വെച്ച് നിന്നപ്പോഴേക്കും പാഥോജഭൂ, പാഥോജം താമര, അതിൽ നിന്നുണ്ടായത് താമര, ഇതിൽ നിന്നുണ്ടായ പാഥോജഭൂ ബ്രഹ്മദേവൻ ത്വാചം ഹൃദയേ നിശമ്യതകലാനാനന്ദയന്നു ശിവാൻ. അപ്പോഴേക്കും ഭഗവാൻ ഒരു സന്ദേശം ബ്രഹ്മാവിന് നൽകി എന്നാണ്. ഒക്കെ മെസ്സേജ് കൊടുക്കലാണല്ലോ ഒന്ന്. ഇപ്പോൾ ടൈപ്പ് ചെയ്തിട്ടുള്ള മെസ്സേജല്ല, ഓഡിയോ മെസ്സേജ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ബ്രഹ്മാവിന് മാത്രമേ കേൾക്കുള്ളൂ. അതിനുള്ള വഴികളൊക്കെ പണ്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സന്ദേശം ബ്രഹ്മദേവന് ഭഗവാൻ നൽകി. ത്വാചം, അങ്ങയുടെ വാക്കുകൾ ഹൃദയേ നിശമ്യ, ഹൃദയത്തിൽ കേട്ടിട്ട് സകലാനാനന്ദയന്നു ശിവാൻ, എല്ലാവരെയും ആനന്ദിപ്പിച്ചു. സകലാനാനന്ദയൻ, എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ആ ബ്രഹ്മാവ് തനിക്ക് ഭഗവാൻ തന്നതായിട്ടുള്ള മെസ്സേജ് മറ്റുള്ളവരോട് പറഞ്ഞു. ആ സന്ദേശം പരമാത്മന സ്വയമഹം ആഖ്യാത, പരമാത്മാവായിട്ടുള്ള ഞാൻ സ്വയം
അവതരിക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാവരുടെ കഷ്ടത്തിനും വിരാമം ഉണ്ടാവും. പരമാത്മനാ സ്വയമഹമാഖ്യാത എല്ലാ തദ്വാക്യം ആകർണ്യതാം പറയുകയാണ് ഇവിടെ. ആ പരമാത്മാവായിട്ടുള്ള വിഷ്ണു ഭഗവാൻ എന്തൊന്നാണ് എന്നോട് പറഞ്ഞത്, അത് നിങ്ങളെല്ലാവരും കേൾക്കുവിൻ. ഞാൻ പറയാൻ പോവുകയാണ്. അവതാരത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ഞാൻ അടുത്ത ശ്ലോകത്തിലാണ്. ഇവിടെ ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള ആ വാക്യത്തെ ഞാൻ നിങ്ങളോട് പറയാം. പരമാത്മനാ സ്വയം അഹമാഖ്യത, പരമാത്മാവായിട്ടുള്ള വിഷ്ണു എന്നോട് യാതൊന്ന് പറഞ്ഞുവോ, തദ്വാക്യം ആ വാക്യം ആകർണ്യത എല്ലാവരും അറിയാനായിക്കൊണ്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞ ബ്രഹ്മാവ് വിഷ്ണു ഭഗവാൻ തനിക്ക് പറഞ്ഞ് അറിയിച്ചതായിട്ടുള്ള സന്ദേശം ഭൂമിദേവിയോടും ദേവന്മാരോടും പറയുകയാണ്. തുടർന്നുള്ള ശ്ലോകത്തിൽ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.